വീണ്ടും ഇതാ ചൂട് പിടിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ രേണുസുതി. ഓരോ തവണയും രേണു വാർത്തകളിൽ നിറയുമ്പോൾ ഇതുവരെ അത് പലപ്പോഴും ഇക്കാര്യം നിർഭരമായ കഥകളായിരുന്നു. കേരളത്തെ ഒരുപാട് ചിരിപ്പിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ എന്ന നിലയിൽ, അതുപോലെ അതിജീവനത്തിന്റെ കഥകളെ അങ്ങനെ. എന്നാൽ ഇത്തവണ ഇപ്പോൾ രേണു എത്തിയിരിക്കുന്നത് ഒരു പക്ക ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇമേജിലാണ്. ഷൺമുഖദാസ് അല്ലെങ്കിൽ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള മന്ദാരച്ചേല് എന്ന പുതിയ മ്യൂസിക് ആൽബം പുറത്തിറങ്ങിയതോടെ സോഷ്യൽ മീഡിയയിൽ പൂരപ്പറമ്പ് തുടങ്ങിയിരിക്കുകയാണ്. സാരിയിലും സ്കേർട്ടിലും അതീവ ഗ്ലാമറസ് ആയി എത്തിയ രേണുവിനെ കണ്ട പാപ്പരാസികൾക്കും വിമർശകർക്കും മിണ്ടാതിരിക്കാനായില്ല. ആൽബത്തിലെ ചില ഇന്റിമേറ്റ് സീനുകളെ മുൻനിർത്തി രേണു സുധി പടം നായികയായോ എന്ന തരത്തിലുള്ള ക്രൂരമായ പരിഹാസങ്ങൾ തന്നെയാണ് ഒട്ടനവധി ആളുകൾ തൊടുത്തുവിട്ടത്. ഒരു വിഭാഗം ആളുകൾ രേണുവിന്റെ വസ്ത്രധാരണത്തെയും ചുവടുകളെയും വിചാരണ ചെയ്തപ്പോൾ പേജ് കോണങ്ങളിൽ ഈ വിവാദം കത്തിപ്പടർന്നു. രേണു സുധിയുടെ റിയൽ ഫേസ് ഇതാണ് എന്ന രീതിയിലായിരുന്നു സൈബർ ആംഗളന്മാരുടെ കോമന്റുകൾ. ശാന്തിവിള ദിനേശിനെ പോലുള്ളവരുടെ പ്രതികരണങ്ങൾ കൂടി വന്നതോടെ കാര്യങ്ങൾ അങ്ങേയറ്റം കൈവിട്ടുപോയി. എന്നാൽ തന്റെ നേരെ വന്ന അമ്പുകൾ ഓരോന്നോരോന്നായി ഒരൊറ്റ മറുപടി കൊണ്ട് രേണു തിരിച്ചയച്ചു. ആഹാ, അപ്പോൾ ഞാനൊരു ഏപ്പടം നായികയായല്ലേ? എന്റെ ആൽബത്തിന് ഇത്രയും വലിയ പ്രൊമോഷൻ തന്നതിന് വളരെയധികം നന്ദി. രേണുവിന്റെ ഈ പരിഹാസം സോഷ്യൽ മീഡിയയിൽ തരംഗമായി. തന്നെ അവഹേളിച്ചവരുടെ മുഖത്ത് നോക്കി ചിരിക്കാനാണ് താരം തീരുമാനിച്ചത്. വിമർശകർ രേണുവിന്റെ ശരീരത്തെയും വെറുതെ ഇട്ടില്ല. ഭക്ഷണം കഴിക്കാൻ കിട്ടാത്തതുപോലെ ഉണ്ടല്ലോ, ആ രീതിയിലെല്ലാമുള്ള കമന്റുകൾ വന്നപ്പോൾ ഇതിന് രേണു നൽകിയ മറുപടി ഒരു സ്ത്രീക്കും കരുത്ത് നൽകുന്നതാണ്. തന്റെ ശസ്ത്രക്രിയ പാടുകളെ കുറിച്ച് ചോദിച്ചവരോട് അത് തന്റെ ജീവിതത്തിലെ അതിജീവനത്തിന്റെ അടയാളമാണെന്നും അത് കാണിക്കാൻ തനിക്ക് ഒട്ടും മടിയില്ല എന്നും രേണു വ്യക്തമാക്കി. ശരീരം കാണിക്കുന്നത് എന്റെ കോൺഫിഡൻസ് ആണ്, അത് കാണാൻ കഴിയാത്തവർക്ക് മാറി നിൽക്കാം. വേണമെങ്കിൽ എന്റെ വയറ് കണ്ടുപോക്കോ, അല്ലെങ്കിൽ നോക്കണ്ട എന്നെല്ലാം രേണു പറഞ്ഞപ്പോൾ പുതിയ പുതിയ ചർച്ചകൾക്ക് ഇതെല്ലാം വഴിമതി വിട്ടു. സംഭവം നടന്ന് നാളുകൾ പിന്നിടുമ്പോഴും മന്ദാരച്ചേല് ട്രെൻഡിങ്ങിൽ തന്നെ തുടരുകയാണ്. രേണുവിനെതിരെ ഉയർന്ന ഓരോ വിമർശനവും ആൽബത്തിന് പുതിയ വ്യൂവേഴ്സിനെ നേടിക്കൊടുത്തു. ഒരു കലാകാരി എന്ന നിലയിൽ തന്റെ സ്വാതന്ത്ര്യത്തെ ആരും തന്നെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെ നിലകൊള്ളുകയാണ് രേണു. സൈബർ ലോകത്തെ സദാചാര പോലീസുകാരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് രേണു തന്റെ കരിയറിൽ മുന്നേറുന്നു. രേണുവിന്റെ പഴയ ഇമേജും പുതിയ ബോൾഡ് ഇമേജും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. എന്നാൽ ഗ്ലാമറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ സ്വന്തം ശസ്ത്രക്രിയയെ കുറിച്ചുള്ള പരാമർശം ഒരുപക്ഷെ ആദരവ് തോന്നിക്കുന്നത് തന്നെയാണ്. സദാചാര പോലീസിങ്ങിനെതിരെയുള്ള രേണുവിന്റെ നിലപാടും അഭിനന്ദനാർഹം തന്നെ. രേണു സുധി എന്ന വ്യക്തിക്ക് നേരെ ഉയരുന്ന ഓരോ കല്ലും അവൾ തന്റെ വളർച്ചയ്ക്കുള്ള പടികളാക്കി മാറ്റുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. കലയിലെ ഗ്ലാമറിനെ അശ്ലീലമായി കാണുന്നവരുടെ കാലം കഴിഞ്ഞു എന്ന് തന്നെ രേണുവിന്റെ ഈ വിജയം തെളിയിക്കുന്നെന്ന് വേണം കരുതാൻ. എന്തായാലും രേണുവിന്റെ ഈ ബോൾഡ് ലുക്കിനെ കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കോമന്റുകളായി രേഖപ്പെടുത്തണേ. കൂടുതൽ സിനിമ, സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.